ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അട ടൈപ്പ് ഉള്ള ഒരു ഇതാണ് കേട്ടോ. അത് ഓല അപ്പം എന്ന് പറയും. ഒരു ഓല വെച്ച് തെങ്ങോല വെച്ചിട്ട് ചെയ്യണതാണ്. അതിനായി നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പച്ചരിയുടെ പൊടിയാണ്. അതൊരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ടീസ്പൂൺ ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ജീരകവും ഒരു നുള്ളു ഏലക്കായ, പിന്നെ 2 വലിയ ശർക്കര. ഈ ശർക്കര ഒന്ന് ആദ്യം നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കര ഇപ്പം നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറഞ്ഞ ചൂടോടുകൂടി തന്നെ അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ശർക്കര പാനിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. മാവ് റെഡിയാവുമ്പോൾ നമുക്ക് ഈ ചിരവിച്ച നാളികേരവും ജീരകവും ഒരു നുള്ളു ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്നായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഈ ഇലകൾ ഓരോന്ന്, ഇലകളല്ല നമ്മളെ തെങ്ങിൻ്റെ ഓലയാണ് കേട്ടോ. ഇതിലേക്ക് വെച്ച് നമ്മൾ ഈ ഷേപ്പിൽ പാകത്തിന് ഈ ഓലയിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കും, പരത്തിയെടുക്കും. ഇത് ഈ ഓലയിൽ അധികം വരുന്ന നമ്മൾ കളയും കേട്ടോ. എന്നിട്ടിതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കും. കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഈ ഷേപ്പിൽ ആക്കിയെടുക്കും. നമ്മളിത് വേവിക്കാനായിട്ട് ആവിയിൽ കയറ്റി വേവിക്കുക ചെയ്യണം. ഇതിനായി ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടായാലും കുഴപ്പമില്ല, അതിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആവി വരുമ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് ഇപ്പോൾ ഓല ആവി കയറുമ്പോൾ വിട്ട് വരാതിരിക്കാനായിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഓല കൊണ്ട് തന്നെ ഒരു കെട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി നമ്മൾ ആവിയിലേക്ക് ഇങ്ങനെ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യണം. അട പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വെറൈറ്റി ടൈപ്പായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ബൈ.